നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ടിക്ക പുലാവ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ തൈരും 2 ടേബിൾ സ്പൂൺ കടലമാവും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഗരം മസാല 1 ടീസ്പൂൺ ചാട്ട് മസാല കുറച്ച് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി 1/4 ടീസ്പൂൺ കസൂരി മേത്തി 2 ടീസ്പൂൺ ഓയിൽ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് 200 ഗ്രാം പനീർ അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം മാരിനേറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്ത് ഒരു പ്രഷർ കുക്കറിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് സാജീരകം, വഴണയില, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇത്രയും ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു വലിയ സവാളയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം 1/2 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, 1/4 കപ്പ് ഗ്രീൻ പീസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 കപ്പ് കഴുകിയെടുത്ത ജീരകശാല അരിയോ ബസ്മതി അരിയോ ചേർത്ത് 1/4 കപ്പ് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും നാരങ്ങയുടെ നീരും ചേർത്ത് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ആ സമയത്ത് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് പനീർ കഷ്ണങ്ങളിട്ട് നമുക്ക് 2 സൈഡും റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ ടിക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. പ്രഷർ കുക്കറിലെ സ്റ്റീമെല്ലാം പോയി കഴിയുമ്പോൾ നമുക്കത് തുറന്നു നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയിലയും ഡെക്കറേറ്റ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് പനീർ കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം അതിലേക്ക് ചേർത്ത് 5 മിനിറ്റ് കൂടി വെറുതെ ഒന്ന് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ടിക്ക പുലാവ് റെഡിയാണ്. മാംഗോ റേത്തയുടെ കൂടെ ഇത് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. മാംഗോ റേത്തയുടെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് പോയി നോക്കണേ. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.